വിശുദ്ധ ഖുർആൻ വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്ത പ്രധാനപ്പെട്ട ഒന്നാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നത്. ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷികളാവുക. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വിദ്വേഷം വെറുപ്പ് ഉണ്ടെങ്കിൽ പോലും അവരോട് അനീതി ചെയ്യാൻ പാടില്ല. ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നീതി പുലർത്താനും ഇഹ്സാനോടുകൂടി ജീവിക്കാനുമാണ്. അതിന് മുഫസ്സിരീങ്ങൾ ചില തഫ്സീറിലൊക്കെ അദ്ലിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത് ഈമാൻ എന്നാണ്, വിശ്വാസം എന്നാണ്. അപ്പം അതിൻ്റെ ഉദ്ദേശം വിശ്വാസത്തിൽ ഉൾക്കൊണ്ടതാണ് നീതിബോധം എന്ന് പറയും. ഒരു വിശ്വാസി ആയിരിക്കെ തന്നെ അയാളിൽ ഉണ്ടാവേണ്ട ഗുണമാണേത്? നീതി എന്ന് പറയുന്ന ഗുണം. അദ്ല്, ഖിസ്ത് തുടങ്ങിയ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ലോകത്ത്, ഒരു വ്യവസ്ഥയിൽ വിശ്വാസികളുടെ സമീപനം എന്തായിരിക്കണം? ഒന്നാമത്തെ സമീപനം നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നത് തന്നെയാണ്. അത് ചിലപ്പോൾ വ്യക്തികൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സംഭവമായിരിക്കും, കുടുംബങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന സംഭവമായിരിക്കും, നാടിന്, പ്രദേശങ്ങൾക്ക്, സമുദായങ്ങൾക്ക്, സംഘടനകൾക്ക്, ഇങ്ങനെ തുടങ്ങി വിവിധ തലങ്ങളിൽ നീതി നിഷേധിക്കപ്പെടുന്ന തലങ്ങളുണ്ടാവും. ആ സന്ദർഭത്തിൽ വിശ്വാസികൾ എവിടെയാണ് നിലയുറപ്പിക്കേണ്ടത്? സംശയമില്ല, നീതിയുടെ കൂടെ തന്നെയാണ്. നീതിയുടെ പക്ഷത്ത് നിലകൊള്ളുക, നീതിക്ക് വേണ്ടി സാക്ഷികളാവുക. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും അബിൽ വാലിദൈനി വൽ അഖ്റബീൻ, നിങ്ങൾക്കെതിരാണെങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ കൂടെ നിൽക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും നീതിയുടെ കൂടെ നിൽക്കുക. വൽ അഖ്റബീൻ, നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് അനീതിയുടെ ഭാഗത്തെങ്കിലും നീതിയുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നീതിബോധം എന്ന് പറയുന്നത് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ട ജനതയുടെ കൂടെ, സമൂഹങ്ങളുടെ കൂടെ, സമുദായങ്ങളുടെ കൂടെ നിലയുറപ്പിക്കേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട്.